നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ എനിക്ക് ഇത്ര പണം വേണം, ഇനി ആരോട് ചോദിക്കും, അല്ലെങ്കിൽ എവിടെ നിന്ന് ഇത്രയും പണം ലഭിക്കും, ഈ രീതിയിൽ വിഷമിക്കുന്നവരാണോ നിങ്ങൾ? ഇനി ഒരു എമർജൻസി ആയി 2-3 ദിവസത്തിനുള്ളിൽ 10 ലക്ഷം രൂപ എനിക്ക് ആവശ്യമാണ്, ഈ രീതിയിൽ വിഷമിക്കുന്നവരും ഇതുപോലെയുള്ള അത്യാവശ്യ സന്ദർഭങ്ങളിൽ പ്രയോജനപ്പെടുത്തേണ്ട അതിശക്തിയാർന്ന ഒരു അത്ഭുത സ്വിച്ച് വേർഡ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. പൊതുവായി എല്ലാവർക്കും തന്നെ പല സന്ദർഭങ്ങളിലും ഇതുപോലെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പണത്തിന്റെ ആവശ്യം വരാറുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു ഹോസ്പിറ്റൽ കേസ് ആയിരിക്കും ഉണ്ടാവുക. അതുമല്ലെങ്കിൽ ഈ ഡേറ്റിന് മുൻപായി കോളേജ് ഫീസ് അടച്ചേ തീരൂ, പകുതി പണം എൻ്റെ കയ്യിലുണ്ട്, ബാക്കി പകുതി എവിടെ നിന്നാണ് ഞാൻ കണ്ടെത്തുക, അതുമല്ലെങ്കിൽ വിവാഹം. ഇങ്ങനെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണം ലഭിച്ചേ തീരൂ. ഇങ്ങനെ ഒരു സാഹചര്യത്തിലുള്ളവർ ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെ പ്രയോജനപ്പെടുത്തേണ്ട വളരെയധികം പവർഫുള്ളായ ഒരു സ്വിച്ച് വേർഡ്സിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഇംഗ്ലീഷിലുള്ള അതിശക്തിയാർന്ന സ്വിച്ച് വേർഡ്സ് ആണിത്. അതിശക്തിയാർന്ന ഈ സ്വിച്ച് വേർഡ്സ് ഏതാണെന്നും എങ്ങനെയാണ് അത് പ്രയോജനപ്പെടുത്തേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആദ്യം തന്നെ ഈ സ്വിച്ച് വേർഡ്സുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് 2 മൈൻഡാണുള്ളത്. ഒന്ന് കോൺഷ്യസ് മൈൻഡും മറ്റൊന്ന് സബ് കോൺഷ്യസ് മൈൻഡും. ഇതുപോലെയുള്ള സ്വിച്ച് വേർഡ്സുകൾ നമ്മുടെ ആഴ്മനസ്സുമായി കൂടിച്ചേർന്ന് പ്രവർത്തിക്കുകയാണ് ചെയ്യാറ്. ഇത്ര മണിക്ക് എഴുന്നേൽക്കണം, ഇത്ര മണിക്ക് സ്കൂളിൽ പോകണം, ഇത്ര മണിക്ക് വീട്ടിൽ തിരിച്ചെത്തണം. ഇത് കോൺഷ്യസ് മൈൻഡാണ്. ഇനി സബ് കോൺഷ്യസ് മൈൻഡ് എന്താണെന്നാൽ നമ്മുടെ ഉപബോധ മനസ്സിൽ എന്താണോ ഉള്ളത് അതുമാത്രമാണ് നടക്കുക. സബ് കോൺഷ്യസ് മൈൻഡിന് തെറ്റേത് ശരിയേത് എന്ന് വേർതിരിച്ചെടുക്കുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് എപ്പോഴും പോസിറ്റീവായി മാത്രം ചിന്തിക്കുക എന്ന് പറയാറ്. എന്നാൽ നെഗറ്റീവായ കാര്യങ്ങൾ ഒരു കാരണവശാലും ചിന്തിക്കരുത്. കാരണം നമ്മൾ നെഗറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുന്തോറും നമ്മുടെ ആഴ്മനസ്സിൽ അത് പതിയുന്നതാണ്. അപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നതും നെഗറ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും. അതായത് ഇതാണോ ഞാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത് ചെയ്താൽ ഫെയിൽ ആകുമോ, അതുമല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പണം ലഭിക്കാതിരിക്കുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും തോറും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനനുസരിച്ചുള്ള സന്ദർഭങ്ങളായിരിക്കും നമുക്ക് വേണ്ടി സൃഷ്ടിക്കുന്നത്. ഇനി പലരും ചിന്തിച്ചു കൂട്ടുന്ന ഒരു കാര്യമാണ്, എനിക്ക് ജോലി കിട്ടാതെ വരുമോ, അല്ലെങ്കിൽ രോഗങ്ങൾ വരുമോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദിനം തോറും നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നാൽ 100% നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനുള്ള ഒരു സന്ദർഭവും അല്ലെങ്കിൽ സാഹചര്യവും സൃഷ്ടിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും എത്ര ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും വന്നാലും നെഗറ്റീവായ കാര്യങ്ങൾ ഒരു കാരണവശാലും ചിന്തിക്കരുത്. മറിച്ച് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമേ എപ്പോഴും ചിന്തിക്കാവൂ. നമ്മൾ പോസിറ്റീവായി ചിന്തിക്കും തോറും, അതായത് ഓൾ ഈസ് വെൽ, ഞാൻ എപ്പോഴും നന്നായിട്ടിരിക്കും, അല്ലെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കും, ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കും തോറും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ കൂടുതലായും ചിന്തിക്കുന്ന കാര്യങ്ങൾ ഏതാണോ അത് നടത്തി തരുന്നതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കും തോറും നമ്മുടെ പോസിറ്റീവായ കാര്യങ്ങൾ നടക്കുന്നതിനുള്ള എല്ലാ സന്ദർഭവും സാഹചര്യവും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് സൃഷ്ടിക്കുന്നതാണ്. നമ്മൾ ഉറങ്ങുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്നിരിക്കുന്നതും അത് പ്രവർത്തിക്കുന്നതും. നമ്മുടെ മനോനില ഒരു ലെവലിൽ നിന്നും മറ്റൊരു നിലയിലേക്ക് മാറുന്നതാണ്. ഇതാണ് എനർജി ലെവൽ എന്ന് പറയുന്നത്. ഇനി സ്വിച്ച് വേർഡ്സുകൾ ഒരു ദിവസം മാത്രം ഉച്ചരിച്ചിട്ട് എനിക്ക് ഫലം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ കിട്ടില്ല. വീണ്ടും വീണ്ടും വീണ്ടും, അതായത് നിങ്ങൾക്ക് നേരം കിട്ടുമ്പോഴെല്ലാം ഇത് ഉച്ചരിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ മാത്രമേ വളരെ പെട്ടെന്ന് ഫലം ഉണ്ടാവുകയുള്ളൂ. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല ഏതു മതസ്ഥർക്കും ഇത് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ചെയ്യുവാൻ കുളിക്കണമെന്ന് നിർബന്ധമില്ല. പീരീഡ്സ് ആയിരുന്നാലും ചെയ്യാവുന്നതാണ്. നോൺ വെജ് കഴിച്ചാലും ചെയ്യാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ യാതൊരു വിധത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇല്ല. അതായത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ഉച്ചരിച്ചിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാവുന്നതുമാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നതുമാണ്. ഇനി ഇപ്പോൾ പറയാൻ പോകുന്ന ഈ സ്വിച്ച് വേർഡ്സ് 2-3 വാക്കുകൾ ഉപയോഗിച്ച് ഒറ്റ വാക്കായിട്ടാണ് നമ്മൾ ഉച്ചരിക്കാൻ പോകുന്നത്. ഇനി ഈ സ്വിച്ച് വേർഡ്സ് നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടതെന്ന് നോക്കാം. നിങ്ങളുടെ ശരീരത്തിന്റെ ഇടതുഭാഗത്ത് എവിടെ വേണമെങ്കിലും ഒരു സ്കെച്ചോ മാർക്കറോ ഉപയോഗിച്ച് എല്ലാ ദിവസവും രാവിലെ എഴുതാവുന്നതാണ്. ഇനി രാവിലെ എഴുതി
വൈകിട്ടായപ്പോഴേക്കും അത് മാഞ്ഞു പോയാലും വൈകിട്ട് വീണ്ടും അത് എഴുതാവുന്നതാണ്. നിങ്ങളുടെ ഇടത് കൈയിലോ അല്ലെങ്കിൽ ഇടത് കാലിലോ അതുമല്ലെങ്കിൽ ഇടത് കൈയുടെ വാച്ച് കെട്ടുന്ന ആ ഒരു ഭാഗത്തോ അങ്ങനെ എവിടെ വേണമെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ ഇടതു ഭാഗത്ത് എഴുതാവുന്നതാണ്. ഇനി എഴുതുമ്പോൾ അടിക്കടി ഇത് കാണുന്ന രീതിയിൽ എഴുതുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി ഇടത് ഉള്ളം കൈയിൽ എഴുതേണ്ട അതിശക്തിയാർന്ന സ്വിച്ച് വേർഡ്സ് ഏതാണെന്ന് നോക്കാം. ഇടത് ഉള്ളം കൈയിൽ ബ്രിങ്, ഗോൾഡ്, ക്ലൗഡ്സ്, നൗ ഈ സ്വിച്ച് വേർഡ്സ് ആണ് എഴുതേണ്ടത്. അത്യാവശ്യ സന്ദർഭങ്ങളിലെ പണത്തിന്റെ ആവശ്യം ഉടനടി തന്നെ നിറവേറ്റിത്തരാൻ കഴിവുള്ള അല്ലെങ്കിൽ ശക്തിയുള്ള ഒരു സ്വിച്ച് വേർഡ്സ് ആണിത്. നമ്മുടെ കയ്യിൽ തള്ളവിരലിന്റെ തൊട്ടു താഴെയായിട്ടുള്ള സ്ഥലമാണ് ശുക്രമേട്, അതായത് വീനസ് മൗണ്ട് എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പണം സംബന്ധമായ കാര്യങ്ങളും കൂടാതെ സ്വർണം, വജ്രം എന്നിവ വാങ്ങാനും വിലപിടിപ്പുള്ള വസ്ത്രം, വീട് വാങ്ങണം, കാറ് വാങ്ങണം, അങ്ങനെ എല്ലാ സുഖഭോഗങ്ങളും നമുക്ക് വാരിക്കോരി നൽകുന്നത് ശുക്ര ഭഗവാനാണ്. അതുകൊണ്ട് തന്നെ ശുക്രമേട്ടിൽ ഈ ഒരു സ്വിച്ച് വേർഡ്സ് എഴുതുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി ഇതെഴുതുമ്പോൾ കറുപ്പ് നിറം ഒഴികെ ബാക്കി ഏത് നിറത്തിലുള്ള പേന കൊണ്ടും എഴുതാവുന്നതാണ്. ഈ ഒരു സ്വിച്ച് വേർഡ്സ് എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് എത്ര രൂപയാണോ വേണ്ടത് അത് ലഭിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങളുടെ മനസ്സിൽ കാണുക. ഈ അതിശക്തിയാർന്ന സ്വിച്ച് വേർഡ്സ് എഴുതുകയോ അല്ലെങ്കിൽ ഉച്ചരിക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ നിത്യേന വെള്ളം കുടിക്കുന്ന ബോട്ടിലിൽ ഈ സ്വിച്ച് വേർഡ്സ് എഴുതി അത് ഒട്ടിച്ചു വെക്കാവുന്നതുമാണ്. ഇനി ഇതൊന്നും ചെയ്യുവാൻ സാധിച്ചില്ലെങ്കിലും ദിവസവും ഒരു 11 തവണ ഈ സ്വിച്ച് വേർഡ്സ് ഉച്ചരിക്കാവുന്നതുമാണ്. അതായത് ബ്രിങ്, ഗോൾഡ്, ക്ലൗഡ്സ്, നൗ. ഇനി സമയമുണ്ട് അങ്ങനെയുള്ളവർക്ക് 18 തവണയോ അല്ലെങ്കിൽ 21 തവണയോ ചൊല്ലാവുന്നതാണ്. ഈ സ്വിച്ച് വേർഡ്സ് ഉള്ളം കൈയിൽ എഴുതുകയോ അല്ലെങ്കിൽ ഉച്ചരിക്കുകയോ അതുമല്ലെങ്കിൽ ഒരു പേപ്പറിൽ ഈ സ്വിച്ച് വേർഡ്സ് എഴുതി അത് വെള്ളം കുടിക്കുന്ന ബോട്ടിലിൽ ഒരു സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു വെക്കാവുന്നതുമാണ്. ഈ 3 രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ഈ സ്വിച്ച് വേർഡ്സ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഈ സ്വിച്ച് വേർഡ്സ് ഒന്ന് പ്രയോജനപ്പെടുത്തി നോക്കൂ. 100% നിങ്ങൾ ആഗ്രഹിച്ച പണം നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുന്നതാണ്. ഇനി ഇത് രാവിലെയാണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ വൈകിട്ടാണോ ചെയ്യേണ്ടത്, അങ്ങനെ ഒരു സമയമില്ല. നിങ്ങൾക്ക് എപ്പോഴാണ് പണത്തിന് ആവശ്യം വരുന്നത് ആ ഒരു സമയത്ത് എപ്പോഴും എവിടെ നിന്നും ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അടുത്ത നിമിഷം മുതൽ തന്നെ ഇത് ഉച്ചരിക്കുവാനോ അല്ലെങ്കിൽ എഴുതുവാനോ ആരംഭിക്കാവുന്നതാണ്. എത്ര വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി, അതല്ല അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിനായി നിങ്ങൾ വിഷമിക്കുന്ന ആ ഒരു സമയത്ത് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ ഒരു മെത്തേഡ് പ്രയോജനപ്പെടുത്തി നോക്കൂ. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ പല വഴികളിൽ നിന്നും പണം നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.